മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം നൽകിയ വിശദീകരണത്തിലാണ് ജോൺ ബ്രിട്ടാസ് എം പി ഇക്കാര്യം അറിയിച്ചത്. തനിക്കെതിരായ പരാതി വ്യാജവും രാഷ്ട്രീയ പ്രേരിതവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണെന്നും ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചു. വിവരങ്ങൾ ഷീജ നൽകും. ഷീജ, വിശദാംശങ്ങൾ. ബിനു, ഈ മാസം 17-നായിരുന്നു കേരള സർവകലാശാല ആസ്ഥാനത്ത്, അതായത് കേരള സർവകലാശാലയുടെ എംപ്ലോയീസ് യൂണിയൻ നടത്തിയ പ്രഭാഷണത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി സംസാരിച്ചത്. ഇത് ചട്ടലംഘനമാണ്, മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്ന് കാട്ടി BJP നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോൺ ബ്രിട്ടാസ് എം പിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രേഖാമൂലം ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, പരാതി വ്യാജവും രാഷ്ട്രീയ പ്രേരിതവും ഒപ്പം തന്നെ വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രഭാഷണം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികളും കർമ്മകളും എന്ന അവരുടെ പ്രതിമാസ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ താൻ സംസാരിച്ചത്. തന്റെ പ്രഭാഷണം ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അവരെ ആ രീതിയിൽ അനുകൂലിക്കുന്ന തരത്തിൽ ആയിരുന്നില്ല തന്റെ പ്രഭാഷണം എന്ന് പറയുന്നത്. ഈ പ്രഭാഷണത്തിൽ എവിടെയും തന്നെ ഒരു സ്ഥാനാർത്ഥിയുടെ പേരോ ചിഹ്നമോ പതാകയോ ഒന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് പ്രദർശിപ്പിച്ചിട്ടുമില്ല ഈ പ്രഭാഷണ പരിപാടിയിൽ. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമല്ല. അതിന്റെ തത്വങ്ങൾ പാലിച്ചു തന്നെയായിരുന്നു തന്റെ പ്രഭാഷണം. പ്രത്യേകിച്ചും പൗര ഉത്തരവാദിത്വങ്ങളെ ഉയർത്തിക്കാട്ടുന്നതായിരുന്നു ഈ പ്രഭാഷണം എന്നുള്ളതും അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നു. ജനാധിപത്യ രാജ്യങ്ങളിലെ സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ലംഘനമാകില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ഉച്ചഭക്ഷണത്തിന്റെ ആ ഒരു ഇടവേള സമയത്താണ് എംപ്ലോയീസ് യൂണിയന്റെ ഹാളിൽ ഈ ഒരു പരിപാടി നടക്കുന്നത്. അതുകൊണ്ട് സർവകലാശാലയുടെ പതിവ് പ്രവർത്തനങ്ങൾക്കും ഇത് ഒരു തരത്തിലും ഉള്ള തടസ്സം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷപാതരഹിതമായ സ്വഭാവത്തിൽ തന്നെയായിരുന്നു താൻ സംസാരിച്ചത് എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നു. ഒപ്പം തന്നെ ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകും, അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കരുത്, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും തനിക്ക് പരിപാടിക്ക് മുൻപായി ലഭിച്ചിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതും സംസാരിച്ചതും. അതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തി കാണിക്കുന്ന ഒരു പ്രസംഗമാണ് താൻ നടത്തിയത് എന്നുള്ള കാര്യം കൂടിയാണ് ഇതിൽ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ പ്രധാനമായും പറയുന്നത്. രേഖാമൂലമാണ് അദ്ദേഹം ഈ മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടുള്ളത്. ബിനു, ശരി, വ്യക്തമാണ്. ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.